ഏത് സമയവും ഒരു യുദ്ധം പുറപ്പെടാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇറാൻ സൈന്യം നീങ്ങുന്നത്. ഇറാനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇസ്രയേലും അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും. ഇറാൻ ഒരു രീതിയിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അതായത് ഫലസ്തീനിൽ ഹമാസ് ഭരണം ഏറ്റെടുത്താൽ, ഗാസയെ ഹമാസ് നിയന്ത്രിച്ചാൽ, ഇനി ഇസ്രയേൽ അതിൻ്റെ പേരിൽ നിറയൊഴിക്കാനാണ് തീരുമാനമെങ്കിൽ ഇറാന് മിണ്ടാതെ നോക്കി നിൽക്കാൻ കഴിയില്ല. നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങും. അതായത് പ്രോക്സി ഗ്രൂപ്പുകൾ മാത്രമായിരിക്കില്ല, ഇറാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങും. അതിൻ്റെ കെടുതികൾ ഏതൊക്കെ രീതിയിൽ വന്നാലും അതിനെ കൃത്യമായി സൈനിക സഹായം എത്തിച്ചു കൊടുക്കാൻ ഇറാന്റെ സഖ്യരാജ്യങ്ങൾ കൂടി തീരുമാനിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അറബ് രാജ്യങ്ങളെ ഒപ്പം നിർത്താനും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ അമേരിക്ക ഒരു പരിധിവരെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വെറും വിഫലമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈജിപ്തിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ ഇസ്രയേൽ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ എന്നത് ഇസ്രയേൽ പരിപൂർണമായി അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിലേക്കാണ് ഇറാൻ എത്തി നിൽക്കുന്നത്. കാരണം ഇറാൻ ഇസ്രയേലിന്റെ സ്വഭാവം വളരെ വ്യക്തമായി അറിയാം. ഇറാനെ ഒരു പ്രകോപനവും കൂടാതെ ഇറാന്റെ സുരക്ഷാ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ കരുതിക്കൂട്ടി നിൽക്കുകയാണ് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇസ്ഫഹാനിലും ഫോർദോയിലുമൊക്കെ നടത്തിയ ആക്രമണം അത് ഇറാൻ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നതല്ല. അത്രയേറെ നാശനഷ്ടമുണ്ടാക്കിയ ഒരു രാജ്യത്തെ ഒരു രീതിയിലും അംഗീകരിക്കാനും കഴിയില്ല. ഇസ്രായേലിന്റെ നിഗമനങ്ങളൊന്നും തന്നെ ശരിയാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. 2 കൊല്ലത്തിനിടയിൽ 67,000-ഓളം കുരുന്നുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് ചോദിക്കും. വെടിനിർത്തൽ കൊണ്ടൊന്നും ഈ കാര്യങ്ങൾക്കൊരു പര്യവസാനം ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇറാൻ നിൽക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭയം ലെവലേശമില്ല. കൃത്യമായി പറഞ്ഞാൽ ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടിയാണ് ഇറാൻ ഇത്രയും നാളും ക്ഷമിച്ചും സഹിച്ചും ഇരുന്നത്. എന്നാൽ ഇനി ഫലസ്തീനിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ അത് ഒരു യുദ്ധ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളത് ആയത്തുള്ള അലി ഖമനേയി വളരെ വ്യക്തമായി സ്പഷ്ടമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രയേൽ അത് താങ്ങത്തില്ല. ഇസ്രയേലും പ്രോക്സി ഗ്രൂപ്പുകളും വിചാരിച്ചാൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഇനി രക്ഷപ്പെട്ട് കളയാൻ കഴിയില്ല. ഇസ്രയേൽ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾക്കില്ല. ഇത് വലിയ കളികളാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ത് രീതിയിലുള്ള വില കൊടുത്തും ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടിയും ഫലസ്തീനിൽ ഹമാസ് ഭരണം നടത്തുന്നതിന് വേണ്ടിയും കൃത്യമായ നീക്കങ്ങൾ നടത്തും. ഹമാസിനെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് ആയത്തുള്ള അലി ഖമനേയി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്.